أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وفي الأرض آيات للموقنين وفي أنفسكم أفلا تبصرون. وفي السماء رزقكم وما توعدون. فورب السماء والأرض إنه لحق مثل ما أنكم تنطقون. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്നും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിലുടനീളം ശ്രദ്ധയോടെ പാലിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. സമകാലീന സമൂഹത്തിലെ മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് സാന്ദർഭികമായി ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടത്. ഒരു വിശ്വാസിക്ക് അനിവാര്യമായും തൻ്റെ വിശ്വാസം പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അതിന് പുഴുക്കുത്തുകൾ ഏൽക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ആ വിശ്വാസി കേവലം നാമമാത്രമായ ഒരു വിശ്വാസിയായി അധപ്പതിക്കും. സകലമാന തെറ്റുകുറ്റങ്ങളിലേക്കും യാതൊരു ഭയപ്പാടുമില്ലാതെ അയാൾ ആപതിക്കുന്ന ഒരു അപകടകരമായ സ്ഥിതിവിശേഷം. യഖീൻ എന്ന പദം വിശുദ്ധ ഖുർആനിലെ പല രൂപത്തിൽ അതിൻ്റെ പ്രയോഗങ്ങൾ കാണാൻ പറ്റും. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ ഒരു വിശ്വാസി യഖീനുള്ളവനാകണം, മൂഖിനാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയാണ് തുടങ്ങുന്നത് തന്നെ ഈ കാര്യം ഉണർത്തിക്കൊണ്ടാണ്. അലിഫ് ലാം മീം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആ മഹത്തായ ഗ്രന്ഥം, അതിൽ യാതൊരു സംശയവുമില്ല. അത് ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് മാർഗദർശനമേകുന്നതാണ്. ലോകത്തൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു പ്രഖ്യാപനമാണ്, ഒരു സംശയമില്ലാത്ത ഗ്രന്ഥാണിത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഗ്രന്ഥകാരൻ വലിയ വിവരക്കാരനാണെങ്കിൽ അയാളുടെ ആ വിനയം ആ പുസ്തകത്തിൻ്റെ പ്രിഫേസിൽ, ആമുഖത്തിൽ അയാൾ പ്രകടിപ്പിക്കും. എൻ്റെ അറിവ് വെച്ച്, ഇത്ര കാലത്തെ അനുഭവ പരിചയം വെച്ച്, പഠനം വെച്ചാണ് ഞാനിത് രചിച്ചിട്ടുള്ളത് എന്നും അതിൽ എന്തെങ്കിലുമൊക്കെ സ്ഖലിതങ്ങൾ അല്ലെങ്കിൽ അപാകതകൾ ആരെങ്കിലും എന്നെങ്കിലും ദർശിക്കുകയാണെങ്കിൽ അത് എന്നെ അറിയിക്കാൻ ദയവുണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ടാണ് വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ വിരചിതമായിട്ടുള്ളത്. കഥക്കോ നോവലിനോ കവിതക്കോ ഒന്നും ഇത് ബാധകമല്ല കേട്ടോ. അല്ലാത്ത മഹൽ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് ഈ പ്രതിപാദ്യം. എന്നാൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ആ പ്രിഫേസിൽ തന്നെ പറഞ്ഞത് ഒരു സംശയവുമില്ല.
ഇത് ധർമ്മനിഷ്ഠ പാലിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാർഗദർശനമാണ്. മുസ്ലിം പേരുള്ള ഒരുപാട് ആൾക്കാരാണിപ്പോൾ എക്സ് മുസ്ലിമീങ്ങളായിട്ട് രംഗത്ത് വരുന്നതും ഖുർആനെ വിമർശിക്കുന്നതും. അവർക്ക് മാർഗദർശനം ആകൂല. അവർ ഏത് പോയിന്റിൽ വെച്ച് ഖുർആനെ വിമർശിക്കാൻ പറ്റും എന്നത് മാത്രം നോക്കി നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ മുരിങ്ങാക്കായിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുക്തിവാദി ഗ്രന്ഥരചന നടത്തിയത്. അതും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ സാധനമല്ലേ. വലഹമി തൊയ്രിം മിമ്മ യസ്തഹു എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് മുരിങ്ങാക്കായിനെ കുറിച്ചൊരു പ്രതിവാദം ഏലില്ല, ഖുർആനിലില്ല. എത്ര ബാലിശാ നോക്കുങ്ങൾ. അക്കോലത്തിൽ ഗ്രന്ഥരചന നടത്തുന്നവര് ഖുർആൻ വിമർശകരുടെ കൂട്ടത്തിലുണ്ട്. അതേ സമയത്ത് കുറച്ചും കൂടെ ആഴത്തിൽ ഖുർആനെ പഠിച്ച് വിമർശിക്കാൻ ശ്രമിച്ചവരൊക്കെ എന്താ അവസാനം ഉണ്ടായത്? അവർ ഇസ്ലാമിൻ്റെ ആളുകളായി മാറി. ഡച്ച് മിനിസ്റ്ററായിരുന്ന തീവ്ര വലതുപക്ഷത്തിൻ്റെ ആളായ ജൊറം ക്ലീരവൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാമിനെ ഉന്മൂലനാശം വരുത്താൻ വേണ്ടി മെനക്കെട്ട് നടന്ന് അവസാനം ഖുർആൻ വിമർശനത്തിന് തയ്യാറായി പഠനം നടത്തി അയാൾ അവസാനം ഒരു മുസ്ലിമായി മാറുകയാണ് ഉണ്ടായത്. നിരവധി ആളുകളുടെ ചരിത്രം നമുക്കറിയാം. ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത് ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവർക്കൊരു ഗുണമുണ്ട്. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ഗൈബിയായ നിലക്കാണ്. കണ്ണിൽ കണ്ടത് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതിന് വിശ്വസിക്കേണ്ട കാര്യമില്ല, അത് അനുഭവഭേദ്യമായ സംഗതിയാണ്. കാണാത്ത ഒരു കാര്യത്തിൽ ഉള്ള വിശ്വാസം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അവർ യുഅ്മിനൂന ബിൽ ഗൈബ്, അതിൻ്റെ ഭാഗമാണ് വയുഖീമൂന സ്വലാഹ്. ആ റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ വിശ്വാസ ദാഢ്യത കൊണ്ട് അയാൾ എന്തു ചെയ്യും? അയാൾക്ക് അള്ളാഹു നൽകിയ ധനം ഇത് എൻ്റെതല്ല എന്നൊരു തിരിച്ചറിവ് അയാൾക്കുണ്ടാവും. റബ്ബ് തന്നതാ. എന്നെക്കാളും ബുദ്ധിയുള്ള എത്ര മനുഷ്യന്മാരുണ്ട് ദുനിയാവിൽ. പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാർ, അവരുടെ ബുദ്ധിയൊന്നും അവർക്ക് ധനമായി മാറിയില്ല. എന്നാൽ തീരെ ബുദ്ധിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ വലിയ ധനം അവരുടെ കയ്യിലുണ്ടാകും. അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് പോലും അറിയാത്ത സാധുക്കളായ ആളുകൾക്ക് അള്ളാഹു ഒരു പക്ഷേ അയാളുടെ കയ്യിൽ ധനം കൊടുത്തിട്ടുണ്ടാവും. ഇത് രണ്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയ ധനം അതിൻ്റെ യഥാർത്ഥ സ്രോതസ് പടച്ച റബ്ബാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ചെലവഴിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ, റബ്ബ് കൽപ്പിച്ച രൂപത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗദർശനം നൽകിയ രൂപത്തിൽ അയാൾ ചെലവാക്കും. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രവാചക പുങ്കവനും ആ പ്രവാചകന്റെ മുൻഗാമികളായ പ്രവാചക ശ്രേഷ്ഠർക്കും അള്ളാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥങ്ങളിൽ അവർ വിശ്വസിക്കും. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്ന് മാത്രമല്ല, ഇതല്ല ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് ഈ ഹ്രസ്വമായ ജീവിതകാലം അതൊരു പരീക്ഷണം മാത്രമാണ്, അതിനപ്പുറത്താണ് ജീവിതം വരാനിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവോടുകൂടി ആഖിറത്തിൽ അചഞ്ചലമായ വിശ്വാസം കൈവരിക്കുന്നവരുമായിരിക്കും അവർ. ആ യൂഖിനൂൻ എന്ന പ്രയോഗമാണ് നമ്മളുടെ വിഷയം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തുൽ ബഖറയിലെ ഈ 4-5 സൂക്തങ്ങളിലൂടെ ഈമാൻ കാര്യങ്ങളെ അതുപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളെ സംക്ഷിപ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അല്ലാഹുവിൻ്റെ യഥാർത്ഥ ഹിദായത്ത് ഗൈഡൻസ് കിട്ടിയവർ ഈ ആളുകളാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് സാക്ഷാൽ വിജയികളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുക.
എന്നിട്ടാണ് ഇനി നമ്മൾ ഖുർആൻ പാരായണം ഇങ്ങനെ തുടരുന്നത്. ഇവിടെ ഈമാനും ഇസ്ലാമും ഒരു വിശ്വാസി നാമമാത്രമാകാൻ പാടില്ല, അത് ജീവിതത്തിൽ അനുഭവവേദ്യമാകണം. അല്ലെങ്കിൽ സമൂഹത്തിൽ ആ വിശ്വാസിക്ക് ഒരു നിലയും വിലയുണ്ടാവില്ല. നമ്മുടെ ഇസ്ലാമോഫോബിയ മുതൽ സമൂഹത്തിൽ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്കുള്ള ഒരു മറുമരുന്ന് എന്ത് എന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യഖീന് നമുക്കുണ്ടാകണം ആ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ. അതുപോലെ തന്നെ അള്ളാഹു വിശ്വസിക്കാൻ, ആചരിക്കാൻ, അനുഷ്ഠിക്കാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അങ്ങനെ ആവുമ്പോഴാണ് ശരിയായ മുസ്ലിമായി മാറുന്നത്. അല്ലെങ്കിലോ പേര് മാത്രം അവശേഷിക്കും. ലോകത്ത് വലിയ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? തന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല, തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ആരുമില്ല. ക്യാമറ ഉള്ളോടത്തും ഇല്ലാത്തോടത്തും രണ്ട് രൂപത്തിലാണല്ലോ ഡ്രൈവിങ് വരിക. ഇതാ ഇവിടുന്ന് നെല്ലിപ്പറമ്പ് കൂടി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളോണ്ടു, അതല്ലെങ്കിൽ മലപ്പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളോണ്ടു. എന്തേ? അവിടെ ഒരു ക്യാമറ ഉണ്ട്, അത് വർക്കബിളാണ്. അതിൽ ബെൽറ്റ് ഇടാതെ പോയാൽ, അല്ലെങ്കിൽ ഹെൽമറ്റ് ഇല്ലാതെ പോയാൽ, ഓവർ സ്പീഡിൽ പോയാൽ അവിടെ പിടിക്കപ്പെടും. അപ്പോൾ ഒരു ശ്രദ്ധ ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ക്യാമറ ഇല്ലാന്ന് വെക്കുക, അപ്പൊ പിന്നെ ബെൽറ്റും വേണ്ട, ഹെൽമറ്റും വേണമെന്നില്ല. ഉള്ള ഹെൽമറ്റ് തന്നെ ഊരിയിട്ട് വേറെ എവിടെയെങ്കിലും കൊളുത്തി വെക്കും. അതാണ് നമ്മളുടെ അവസ്ഥ. മനുഷ്യന് തന്നെ നിരീക്ഷിക്കാൻ ഒരാളുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്ന ഒരുത്തനുണ്ട് എന്ന ആ ഉത്കടമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാകണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതില്ലെങ്കിൽ ദുനിയാവിൽ മനുഷ്യനാണ് ഏറ്റവും വലിയ അക്രമി, ഏറ്റവും വലിയ ഒരു അപകടകാരിയായ ഇരുകാലി മൃഗം. സുമ്മറദനാഹു അസ്ഫല സാഫിലിൻ എന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ? ആ രൂപത്തിലേക്ക് മനുഷ്യൻ തരം താഴും. രണ്ടാം ലോക മഹായുദ്ധം, ആറ്റമിക് ബോംബ് വർഷിക്കാൻ ശാസ്ത്രം പഠിച്ച മനുഷ്യനാണ് അതിന് തയ്യാറായത്. 1,40,000 മനുഷ്യന്മാര് നിമിഷ നേരം കൊണ്ട് ജപ്പാനിലെ ഹിരോഷിമയില് ഒരു ഓഗസ്റ്റ് 6 കൊന്നൊടുക്കപ്പെട്ടു. അതിനേക്കാളേറെ ലക്ഷങ്ങൾ അതിൻ്റെ കിരാതമായ യാതനകള് അനുഭവിച്ചുകൊണ്ടിരുന്നു. പൂർണ്ണമായും ഇന്നും അതിൻ്റെ കെടുതികളിൽ നിന്ന് ആ നാട് രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. ചെയ്തത് മുസ്ലിമല്ല, ചെയ്തത് മതത്തിന്റെ പേരിലുമല്ല. ആലോചിച്ചു നോക്കണം നമ്മള്. എന്തേ താൻ ഈ ചെയ്യുന്ന കിരാതമായ ചെയ്തികൾക്ക് ഞാൻ ഒരു നാൾ മറുപടി പറയേണ്ടി വരുമെന്ന ഒരു വിശ്വാസത്തിന്റെ അപര്യാപ്തത. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങള് അതിൽ മുസ്ലിം നാമധാരികളില്ലേന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മുടെ പ്രശ്നം. അത് മുസ്ലിം നാമത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുക, അല്ലാതെ ആ ഇസ്ലാമോ ഈമാനോ അവന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടില്ല, അവിടെ യഖീന് കിട്ടിയിട്ടില്ല. ഒരു മനുഷ്യൻ അന്ധവിശ്വാസത്തിനടിമപ്പെട്ട്, അത് വിശ്വാസത്തിന്റെ ദൗർബല്യമാണ്, അല്ലെങ്കിൽ വിശ്വാസരാഹിത്യമാണ്. പക്ഷേ മതനിരാസത്തിന്റെ ആളുകൾ അതൊക്കെ മതത്തിന്റെ ഇതിൽ വരുത്തിയിട്ടായിരിക്കും ഇസ്ലാമിനെ അടക്കം ആക്ഷേപിക്കുക. മുടി നീട്ടി വളർത്തിയ ഒരാളാണ് നിങ്ങളെ കുടുംബത്തിലുള്ള കലഹത്തിന് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി എന്ന് പറഞ്ഞോട് കൂടിയിട്ട് എന്നാ തൊട്ടടുത്തുള്ള ആ സ്ത്രീ തന്നെ ആയിരിക്കും, കാരണം ഓക്കുണ്ടല്ലോ മുടി നീണ്ടിട്ട്. ആലോചിച്ച് നോക്കുങ്ങൾ, വെട്ടി നുറുക്കി കൊല്ലുകയാണ് അയാള്. എന്നിട്ട് കാട്ടിൽ പോയിട്ടാണ് താമസിക്കുന്നത്. ഇപ്പോ വാർത്തയിൽ നിറഞ്ഞിക്കണ സംഭവമാണ് പറയണത്. പേര് ചെന്താമരായ നന്നായി, പച്ചത്താമരാന്നേറ്റായിരുന്നെങ്കിൽ കുടുങ്ങിന് നമ്മളൊക്കെ, മുസ്ലിം ഉമ്മത്ത് മൊത്തം. പക്ഷെ ഇപ്പം ആ ചാനലിലേക്കൊന്നും വലിയൊരു കഴമ്പൊന്നുമില്ല, അതിൽ ഒക്കെ ഉണ്ടാകുന്നുള്ളോടത്താണ് നിൽക്കണത്. അത്ഭുതം നോക്കുങ്ങള്. അയാള് മനസ്സിൽ തൻ്റെ
ആ പക തീർന്നിട്ടില്ല. അതിൽ ഇനിയും കുറച്ച് ആൾക്കാരും കൂടെ വെട്ടിക്കൊല്ലാണ്ട്. ഇപ്പം 3-4 ആയിട്ടുള്ളൂ. ഇനി ഭാര്യയുണ്ട്, മക്കളുണ്ട്. അത് ഞാൻ ചെയ്യുന്ന ആൾ ഉറപ്പിച്ചിട്ടാണ് ജയിലിക്ക് പോണത്. നമ്മളെ വ്യവസ്ഥയൊക്കെ അനുസരിച്ച് അയാളെ ഇനി കേസ് വിസ്താരമൊക്കെ നടത്തിയിട്ടും മാന്യമായി തീറ്റിപ്പോറ്റി, നമ്മളെ നികുതിപ്പണം കൊണ്ട് തന്നെ തീറ്റിപ്പോറ്റി അയാൾക്ക് പുറത്തിറങ്ങാനും അടുത്ത കത്തി മൂർച്ചുട്ടാനുള്ള അവസരം നമ്മളെ നാട്ടിലുണ്ട്. അയാൾ പറഞ്ഞു ഞാനത് ചെയ്യുന്നു. തൻ്റെ കമിതാവിന് കഷായത്തിൽ വിഷം കലർത്തിക്കൊടുത്ത പെണ്ണു അതെന്നെ പറഞ്ഞത്. ഒരു 28 കൊല്ലം 30 കൊല്ലം ഞാൻ ജയിലിൽ കണ്ടിവരും, എനിക്കറിയാം. അത് കഴിഞ്ഞാലോ ആ ജയിൽവാസം എന്ന് പറഞ്ഞാൽ അത്ര പേടിക്കേണ്ട സംഗതിയൊന്നുമല്ല. പുറത്തിറങ്ങിയാൽ എനിക്കെൻ്റെ പുതിയ ആദ്യത്തെ കാമുകനെയാണ് കൊന്നത്. നെക്സ്റ്റ് കാമുകനുണ്ടല്ലോ, അവൻ്റെ കൂടെ എനിക്കെന്ത് ചെയ്യാം, പിന്നെ ശിഷ്ടകാലം സുഖമായി ജീവിക്കാം. എന്തൊരു നല്ല വ്യവസ്ഥിതി! ഇതൊക്കെ നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്. ഇവിടുത്തെ ശിക്ഷാവ്യവസ്ഥകളൊന്നും മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ പര്യാപ്തമല്ല. ഡോക്ടർ വഹീദുദ്ദീൻ ഖാൻ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ റെയിൽവേ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യാൻ തുടങ്ങി. ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ടിക്കറ്റ്ലെസ് ട്രാവൽ ഈസ് ആൻ ഈവിൾ എന്ന് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബോർഡ് വെച്ചു. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്ന വലിയൊരു കുറ്റകരമായ തിന്മയാണ് എന്ന്. ഈ ഇത് ബോർഡ് വായിച്ചിട്ട് തന്നെ ആൾക്കാർ ചിരിച്ച് ട്രെയിനിൽ കയറും, അപ്പുറത്ത് TTR കയറും, ഇപ്പുറത്ത് എല്ലാവരും കൂടെ ഇമാമും ജമാഅത്തായിട്ട് ബാത്റൂമുക്കും കയറും. കുറച്ചേരൊക്കെ TTR അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കാരണം അയാൾക്ക് ഇവിടെ മാത്രം നിന്നാൽ പോരല്ലോ, ഒരു ട്രെയിൻ ഒന്നായിട്ട് നോക്കണമല്ലോ പണ്ടത്തെ വ്യവസ്ഥ അനുസരിച്ച്. ശരി, അയാൾ അപ്പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞവരൊക്കെ കൂടെ രസമായിട്ട് അതിൻ്റെ പുറത്തേക്കും വെക്കും. ഇന്ത്യ ഉണ്ടായി. ആ ടിക്കറ്റ്ലെസ് ട്രാവൽ ഈസ് ആൻ ഈവിൾ എന്ന് എഴുതി വെച്ചുകൊണ്ട് വല്ല മാറ്റും മനുഷ്യരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഈ രൂപത്തിലാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ബോധമില്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ മനുഷ്യന് മടിയില്ല, നന്മക്കത് പ്രേരകമാകുന്നില്ല. നമ്മളൊക്കെ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ ധനത്തിൽ നിന്ന് പാവപ്പെട്ടവന് നൽകുന്നത്, പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത്, സാധുവായ അനാഥയായ ആളുകൾക്ക് നമ്മളുടെ ധനത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ, ആൾക്കാർ അറിഞ്ഞിട്ടും അറിയാതെയും ഒരു വിഹിതം നൽകുന്നത്, അങ്ങനെ നന്മകളുടെ ഒട്ടേറെ മേഖലകളിൽ സജീവമാണ് മുസ്ലിം ഉമ്മത്ത്. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹു നൽകിയ ധനം നല്ല നിലക്ക് ചെലവഴിച്ചില്ലെങ്കിൽ മറുപടി പറയേണ്ടി വരും. പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ മിഅ്റാജിലൂടെ പ്രവാചക പുങ്കവന് ഒരു യഖീനാണ് നൽകിയത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവചരിത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നിടത്തും ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. ബാപ്പയും അവിടുത്തെ ഭരണാധികാരികളും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തിപ്പിടിച്ച തൗഹീദി ആദർശത്തെ തള്ളിപ്പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്നെയും ഇബ്രാഹിം നബിക്ക് ആ വിശ്വാസദാർഢ്യത പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വകദാലിക നുരി ഇബ്രാഹിം, അദ്ദേഹത്തിന് തൗഹീദിന്റെ മഹത്വവും ഇസ്ലാമിന്റെ മഹത്വവും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത പോലെ വാനഭുവനങ്ങളുടെ രഹസ്യവും അതിന്റെ മലക്കൂത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് നൽകി. എന്തിനാണെന്നറിയോ? വലിയകൂന മിനൽ മൂഖിനീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സുദൃഢ വിശ്വാസത്തിലേക്ക്
ചുവട് വെക്കുന്നതിന് വേണ്ടി. അങ്ങനത്തെ ഒരു വിശ്വാസം ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. ലൗ അന്ന അഹദക്കും ഹമ്മ ബി ഇസാലത്തി ജബലിൻ, സമകാലീന സമൂഹത്തിലെ നാമമാത്രമായ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണിത്. നിങ്ങളെങ്ങാനും ഒരു പർവ്വതം അവിടുന്നാണ്ട് നീക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ വാസിക്കുമ്പില്ല, അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾക്കതാണ് നീക്കാൻ പറ്റും. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ വിശ്വാസിക്ക് സാധിക്കുമെന്നർത്ഥം. ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്ത് ഇക്കാര്യം വിശ്വാസിയെ ബോധ്യപ്പെടുത്തുന്നതാണ്. സൂറത്തു ദാരിയാത്തില് ഈ ഭൂമിയിൽ തന്നെയും ദൃഢവിശ്വാസികളായ ആളുകൾക്ക് എമ്പാടും ആയത്തുകളുണ്ട്. കോടാനക്കോടി നക്ഷത്ര സമൂഹങ്ങളിൽ നിന്ന്, ഗ്രഹങ്ങളിൽ നിന്ന് ഈ ഭൂമിയുടെ സ്ഥാനം നോക്കിയാൽ അത്ഭുതപ്പെടും. അത് ഒരു മുട്ടുസൂചി കൊണ്ട് കുത്താൻ പറ്റിയ അത്ര പോലും ഇല്ലാത്ത ഈ ഒരു കൊച്ചു ഗ്രഹം, അതിനെക്കുറിച്ച് പഠിച്ചാൽ വളരെ വളരെ അത്ഭുതം. കഴിഞ്ഞില്ല. ഇനി ഈ മനുഷ്യനെ തന്നെ പഠിച്ചാൽ മതി, അത്ഭുതമാണ്. ഒരു മുട്ടുസൂചി എടുത്തിട്ട് ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് തൊട്ടു നോക്കിയാൽ അവിടെ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൻ ഫാക്ടറി പോലെ നമ്മളുടെ സെല്ല് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ഭുതമാണ്. അതിലാണ് നമ്മളുടെ എല്ലാം അടങ്ങിയിട്ടുള്ളത്. ഇനി അവിടുന്ന് അങ്ങോട്ട് അവന്റെ ഓരോ അവയവവും, ഡാർവിന്റെ ഉസ്താദായ ലാമാർക്ക് വരെ അത്ഭുതപ്പെട്ടത് കണ്ണിനെ പറ്റി പറയുന്നോട്ടാണ്. അദ്ദേഹം പറഞ്ഞു, നിരീശ്വരത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഈ കണ്ണെങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. പക്ഷേ അത് ദൈവം തന്നതാന്ന് പറഞ്ഞാൽ ഞാനും മോശക്കാരനാവൂലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് പറയാക്കുകയാണെന്നാ പറഞ്ഞത്. ഡെൻമാർക്ക്, ലാമാർക്ക് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഓരോ വ്യവസ്ഥ, അതിൻ്റെ നാഡീ വ്യവസ്ഥ, അതിൻ്റെ ദഹന വ്യവസ്ഥ, അതിൻ്റെ മൂത്രവ്യവസ്ഥ, അങ്ങനെ ആ ശരീരത്തെക്കുറിച്ച് മനുഷ്യന്മാർ പഠിച്ച് വിഷഗ്വരന്മാരാകുന്നത് വർഷങ്ങളോളം പഠിച്ചിട്ടാണ്. പിന്നെ നമ്മൾ അതിൽ സ്പെഷ്യലൈസേഷൻ നടത്തുന്നത് പിന്നെ ഒന്നിനെ മാത്രം പറ്റി പഠിച്ചിട്ടാണ്. ആലോചിച്ച് നോക്കൂ, അത്രയേറെ പഠിക്കാനുണ്ട്. ആ പഠിക്കും തോറും മനുഷ്യന് തൻ്റെ വിവരമില്ലായ്മയാണ് ബോധ്യപ്പെടുന്നത്. ഒപ്പം സർവശക്തനായ അള്ളാഹുവിൻ്റെ അതീശാധികാരവും അവൻ്റെ അപരിമേയമായ കഴിവും ഒരു മനുഷ്യന് ബോധ്യപ്പെടുകയാണ്. وفي أنفسكم أفلا تبصرون وفي السماء رزقكم. വാനലോകത്താണ് നിങ്ങളുടെ റിസ്ക്, അവിടുന്നാണ് മഴ വർഷിക്കുന്നത്. ഇനി ശാസ്ത്രീയമായി എന്തൊക്കെ നിർവചനങ്ങൾ പറഞ്ഞാലും ആ ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴ മൂലം സസ്യലതാദികളും മറ്റും ഇവിടെ വളർന്ന് മനുഷ്യജീവന് അനിവാര്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, റിസ്ക്, അവന്റെ ഉപജീവനം അതിലൂടെ അള്ളാഹു കൊടുക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്, വമാ തുഅദൂൻ, നിങ്ങളെ വാൺ ചെയ്യുന്ന ശിക്ഷയും ആ വാനലോകത്തു നിന്ന് തന്നെ വരാനുള്ളത്. ഭയപ്പെടണം നമ്മൾ. فورب السماء والأرض إنه لحق مثل ما أنكم تنطقون. ആകാശഭൂമികളുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖുൻ, ഇതൊക്കെ ഹക്കാണ്. വിശ്വസിച്ചേ പറ്റൂ, ബോധ്യപ്പെട്ടേ മതിയാകൂ. മിസ്ലമാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നതൊരു സത്യമാണെങ്കിൽ ഇപ്പറയുന്ന സംഗതികളൊക്കെയും സത്യമാണ്.
ഇതാണ് വിശ്വാസിയെ ആ വിശ്വാസദാർഢ്യതയ്ക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആ വിശ്വാസദാർഢ്യതയിൽ ഉറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവെ ഭയപ്പെട്ടുകൊണ്ട് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലായിരുന്നു തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന, പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന. തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേൽക്കുന്ന പ്രവാചകൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അന്ത റബ്ബുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന, വാനഭുവനങ്ങളുടെയും അതിലുള്ളതിൻ്റെയും ഒക്കെ രക്ഷിതാവ് നാഥാ നീയാണ്. വലക്കൽ ഹംദ്, നിനക്ക് റബ്ബേ സർവസ്തുതിയും. അന്ത ഖയ്യൂമുസ് സമാവാതി വൽ അർള്, നീ ആകാശഭൂമികളുടെ നിയന്താവാണ്. വമൻ ഫീഹിന്ന, അവയിലുള്ളവയുടെ എല്ലാറ്റിൻ്റെയും. വലക്കൽ ഹംദു അന്ത നൂറുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന, നാഥാ നിനക്കാണ് സ്തുതി, വാനഭുവനങ്ങളിലുള്ളതിൻ്റെ എല്ലാറ്റിൻ്റെയും പ്രകാശം. വിശാലമായ അർത്ഥമുള്ള പദമാണ് അത്. നീ തന്നെയാണ്. അന്തൽ ഹഖ്, നീ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. വഖൗലുകൽ ഹഖ്, നിന്റെ വചനം സത്യമാണ്. വവഅദുക ഹഖ്ഖുൻ, നീ വാഗ്ദത്തം ചെയ്തതെന്തോ അത് സത്യമാണ്. വൽ ജന്നത്തു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്. വന്നാറു ഹഖ്ഖുൻ, നരകം സത്യമാണ്. വന്നബിയ്യൂന ഹഖ്ഖുൻ, പ്രവാചകന്മാരഖിലവും സത്യമാണ്. വമുഹമ്മദുൻ ഹഖ്ഖുൻ, ഈ മുഹമ്മദ് പ്രവാചകനാണ് എന്നതും സത്യമാണ്. അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു വഇലൈക ഹാകംതു. നാദാ, ഞാനിതാ നിനക്ക് കീഴ്പ്പെട്ട് യഥാർത്ഥ മുസ്ലിമായിരിക്കുന്നു. ഞാനിതാ ഒരു മുഅ്മിനായിരിക്കുന്നു, നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, എല്ലാം നിന്നിൽ സർവസ്വവും സമർപ്പിച്ചിരിക്കുന്നു. ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു എന്നിങ്ങനെ വിശാലമായ അർത്ഥമുൾക്കൊള്ളുന്ന ഒരു മഹത്തായ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുള്ള ഈമാനിൻ്റെ ആ യഖീന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇത്തരം പ്രാർത്ഥനകൾ നമ്മളും പഠിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മുടെ മുസ്ലിം കേരളത്തിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതുപോലെ തന്നെ ദഅവ പ്രവർത്തന സംഘമായ KNMൻ്റെയും പ്രസിഡന്റും ഹിലാൽ കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്ന നമ്മുടെ മുഹമ്മദ് മദനി ഇന്നലെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പരലോകം പ്രാപിക്കുകയുണ്ടായി. നമ്മുടെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളുടെയും പ്രിൻസിപ്പലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നല്ല തികഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു മുഹമ്മദ് മദനി. സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വിനയവും ലാളിത്യവും അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, നിർമ്മലമായ മനസ്സിൻ്റെ ഉടമയായിരുന്നു മുഹമ്മദ് മദനി എന്ന് എതിരാളികൾ പോലും ഒരേ സ്വരത്തിൽ പറയുന്ന സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ മരണം മൂലം
നമുക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സംഭവിച്ച നഷ്ടം അള്ളാഹു പരിഹരിച്ചു തരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങളുടെ വിഷമമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മുദ്ഖലഹു വഗ്സിൽഹു ബിമാഇൻ വസൽജിൻ വബറദ് വനഖിഹി മിനൽ ഖതായ കമാ യുനഖ്ഖ الثوبുൽ അബ്യളു മിനദ് ദനസ്. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഖിഹി ഫിത്നത്തൽ ഖബ്ർ വഅദാബൻ നാർ. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم من أحييته منا فأحيه على الإسلام ومن توفيته منا فتوفه على الإيمان. اللهم لا تحرمنا أجرا ولا تضلنا بعده. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا يا غافر المذنبين وارحمنا